ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് ഡിന്നറായിട്ടും അതുപോലെ എന്തെങ്കിലും പാർട്ടിയിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പൊറോട്ടയ്ക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 250 ml കപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 കപ്പ് മൈദം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഞാനിവിടെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ചുടുവെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ മൈദയും ആട്ടയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട മാത്രമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പൊറോട്ടയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ബട്ടർ ഗാർലിക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 വലിയ അല്ലി വെളുത്തുള്ളി ഒരു ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മാത്രം മതി. പിന്നെ കുറച്ച് എരിവിനായിട്ട് ഞാനൊരല്പം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഓവനുള്ളവരാണെങ്കിൽ ഒരു 30 സെക്കൻഡ് ഓവനിൽ വെച്ചിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ബൗളൊന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മെൽറ്റാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കൈവച്ചിട്ടൊന്ന് കൂടി കുഴച്ചെടുക്കാം. ഈ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് എടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കെല്ലാം ചെയ്യുന്ന അതേ വലുപ്പത്തിൽ തന്നെ ബോൾസാക്കി എടുത്താൽ മതി. ഈ ഒരു അളവിൽ ഏകദേശം എനിക്കൊരു 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം മൈദയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതൊരു ഈസി മെത്തേഡാണ്. നമുക്ക് സാധാരണ നമ്മൾ പൊറോട്ട അടിച്ചിട്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി നമുക്ക് അടുത്തത് വേറൊരു വിധത്തിലാണ് ഞാൻ മടക്കിയെടുക്കുന്നത്. അത് ഒന്ന് കാണിച്ചു തരാം. ഇനി പൊറോട്ട നേരത്തെ കാണിച്ചതുപോലെ മടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ റോൾ ചെയ്തെടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്, പെട്ടെന്ന് അങ്ങോട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി വേറൊരു വിധത്തിലും കൂടി മടക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
അതും വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മിഡിൽ നിന്നും. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചു തരാം. ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതും നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ ചുരുട്ടി കൊടുത്ത ശേഷം നമുക്കിതുപോലെ മടക്കിയെടുക്കാം. ഇനി ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുടാനായിട്ട്. തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ മതിയാവും. 2 ഭാഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചട്ടകം കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഈ പൊറോട്ട ഞാൻ 3-4 വിധത്തിൽ മടക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ എളുപ്പം അത് ചൂസ് ചെയ്താലും മതി. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇട്ടത്, നല്ലൊരു മണമുണ്ട്. കാരണം നമ്മൾ ബട്ടറും ഗാർലിക്കൊക്കെ ചേർത്തതല്ലേ. ഗാർലിക്കിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ലെയറെല്ലാം കണ്ടില്ല, ഇങ്ങനെ വിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗാർലിക്കും ബട്ടറും ഈ മല്ലിയിലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ബട്ടർ നാനൊക്കെ വാങ്ങിച്ച് കഴിക്കാറില്ലേ, അതിനെക്കാട്ടി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് കുറച്ച് ക്രിസ്പിയാണ്, പിന്നെ കുറച്ച് ഓയിലിയാണ്. അത് നമ്മൾ എപ്പോഴൊന്നും വീട്ടിലുണ്ടാക്കി കഴിക്കേണ്ട, വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് ഒരു പ്രത്യേകം കൂടി ഉണ്ട്, ഇത് കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. കറിയുടെ ഒന്നും ആവശ്യമില്ല. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി കറി ആണെങ്കിൽ എന്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. ഏത് കറിയുടെ കൂടെ, ചിക്കൻ കറി, ബീഫ് കറി, ഇനി അതല്ല ഗ്രീൻ ചട്നി ഉണ്ടെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടിയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഇതുപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണുന്നില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.